നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. അവാർഡ് തുക 10 ലക്ഷമാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് സ്വീകരണവും ആദരവും കേരള സർക്കാർ നൽകി. അതിന്റെ ചെലവ് 2,82 ലക്ഷം രൂപ. കേരളത്തിലെ ദരിദ്രവാസികളായ വയോജനങ്ങൾക്ക് 3 മാസം പെൻഷൻ കിട്ടാതെ ഉമിനീർ ചവച്ചു കുടിച്ച് കഴിഞ്ഞിരുന്ന നാളുകളിലായിരുന്നു ഈ സ്വീകരണം. ശമ്പളം വെറും 100 രൂപ കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി ആശാ വർക്കർമാരായ അമ്മ പെങ്ങന്മാർ തെരുവിൽ ഇഴഞ്ഞിരുന്ന കാലത്തായിരുന്നു ആ സ്വീകരണം. ഇത് 10 വർഷത്തെ പിണറായി ഭരണ സംസ്കാരം. സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കി സിനിമാ താരങ്ങളുടെ ആട്ടവും പാട്ടവും സാന്നിധ്യവും ഉറപ്പാക്കിയിരുന്ന കാലമായിരുന്നു ഇക്കഴിഞ്ഞ 10 വർഷം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ ഏതു പരിപാടിയുണ്ടോ ആശാശരത്തിന്റെ ഡാൻസും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനം നവ്യ നായർ ഏറ്റെടുത്തെന്ന് തോന്നുന്നു. മുൻപിത് ശോഭനയായിരുന്നു. അവർ BJPയോട് അനുഭാവം പ്രകടിപ്പിച്ചതോടെ അത് നിന്നു. ഇനി കുറച്ച് ആസ്ഥാന സാന്നിധ്യ താരങ്ങളുമുണ്ട്. കമലഹാസൻ, ആസിഫ് അലി, ടൊവിനോ എന്നിവരാണവർ. മുമ്പ് സംഗീ ചാപ്പ കുത്തപ്പെട്ടിരുന്ന മോഹൻലാൽ ഇപ്പോൾ LDFന് പ്രിയപ്പെട്ടവനാണ്. മോഹൻലാൽ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നു, ആനവണ്ടിയിൽ കയറി നൊസ്റ്റി ഉണർത്തുന്നു, നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചിട്ടും അതിൽ ശബരിമല അയ്യപ്പന്റെ തലയേക്കാൾ വലിയ തല വെച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന അപകർഷതാബോധത്തിൽ നിന്നുടലെടുത്ത പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുറുക്കൊഴി മാത്രമാണിത്. പെരുമ്പളം പാലത്തിന്റെ പരിസ്ഥിതിയിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം വിനയാന്യതനായിരുന്നു. വയനാട് പുനരധിവാസം കാണാൻ അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനം നടത്തിയത് CPMന്റെ മുണ്ടക്കൈ മാർച്ചാക്കി മാറ്റാൻ ശ്രമിച്ചതിനെതിരെ പ്രതികരിച്ചപ്പോൾ മമ്മൂട്ടി അഹങ്കാരിയായി, എയറിലായി. ഇതിനെതിരെയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പ്രതികരിക്കുന്നത്. അദ്ദേഹം ചില കണക്കുകൾ ചോദിച്ചുകൊണ്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അക്ഷരങ്ങൾ നിരത്തിയിരിക്കുന്നു. അത് ഇങ്ങനെയാണ്: എന്നേക്കാൾ കൂടുതൽ തുക ദുരിതാശ്വാസ നിധിയിൽ നൽകിയ ആർക്കും ഞാൻ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിമർശനം അറിയിക്കാം. വയനാട്ടിൽ ചെന്ന മമ്മൂക്കയുടെ കൂടെ നടന്ന ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ അദ്ദേഹം പറഞ്ഞു എന്ന വിഷയത്തിൽ മമ്മൂക്കയെ തെറി വിളിക്കുന്ന സഖാക്കൾ അറിയാൻ. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഇന്നാട്ടിലെ ജനം പിരിച്ചു നൽകിയ 770 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് 6 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ 1.5 വർഷത്തിലധികം നീട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചെയ്തു കൊടുത്തിട്ട് മഹത്വം വിളമ്പരുത്. 5000 കോടി പ്രളയത്തിന് പിരിച്ച് പുട്ടടിച്ചത് കൊണ്ടാണ് വയനാട്ടിലെ ദുരന്തം വിറ്റ് തിന്നാൻ പിണറായിയെ സമ്മതിക്കരുതെന്ന് ഞാൻ ഉൾപ്പെടെ തീരുമാനിച്ചത്. അന്നുയർത്തിയ പ്രതിഷേധങ്ങളുടെ കൂടെ ഫലമാണ് കട്ടുതിന്നതിൻ്റെ അളവ് കുറച്ചു കെട്ടി ഉയർത്തിയ മഹിമ പറയുന്നത്. ഇനിയും 760 കോടിയിൽ നിലവിൽ 165 കോടി ചിലവിട്ടു. വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞവരോട് പണം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വാഗ്ദാനം ചെയ്ത ആർക്കും വയനാട്ടിൽ വീട് കൊടുക്കാൻ പറ്റാതിരുന്നത്. റിപ്പോർട്ടർ ചാനൽ പണിഞ്ഞ ടൗൺഷിപ്പ് വയനാട്ടിൽ ആരെങ്കിലും കണ്ടോ? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ 100 വീട് ആരെങ്കിലും കണ്ടോ? യൂസഫ് അലി പറഞ്ഞ 100 വീട് ആരെങ്കിലും കണ്ടോ? ക്രൗൺ പ്ലാസയുടെ KG എബ്രഹാം പറഞ്ഞ 50 വീട് ആരെങ്കിലും കണ്ടോ? ഇന്ത്യൻ മലയാളി അസോസിയേഷൻ പറഞ്ഞ 50 വീട് ആരെങ്കിലും കണ്ടോ? ഏതാണ്ട് 500-ലധികം വീടുകൾ വെച്ച് നൽകാമെന്ന് പലരും പറഞ്ഞു. എന്താണ് പറ്റാതെ പോയത്? സർക്കാർ അവരോടൊക്കെ പണം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതും ഒരു വീടിന് 20 ലക്ഷം രൂപ. ഇനി ലീഗിനെ വെറുപ്പിക്കാൻ സർക്കാരിനും താല്പര്യമില്ലാത്തത് കൊണ്ടും ഞമ്മൻ്റെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ലീഗ് 100 വെച്ച് കൊടുക്കുന്നുണ്ട്. സർക്കാരിൻ്റെ വീട് വേണ്ട, അവരുടെ വീട് മതിയെന്ന് പറഞ്ഞ് ചിലർ ഒഴിവായിപ്പോയി. സന്തോഷത്തോടെ 15 ലക്ഷം കൊടുത്തു സർക്കാർ അവരെ പറഞ്ഞു വിട്ടു. നോക്കണം, ഒരു വീടിന് 20 ലക്ഷം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 15 ലക്ഷം കൊടുത്ത് ആൾക്കാരെ സെറ്റിൽ ചെയ്യിക്കുന്നു. കേന്ദ്ര സർക്കാർ എന്ത് നൽകിയെന്ന ചോദ്യത്തിന് അത് ലോകസഭയിൽ KC വേണുഗോപാൽ ഉന്നയിച്ചതാണ്. കേരളം ആവശ്യപ്പെട്ടത് 2200 കോടി രൂപ. കേരളത്തിന് എന്ത് ചോദിക്കാമല്ലോ. കേന്ദ്രം അനുവദിച്ചത് 260.56 കോടി രൂപ. ആദ്യ ഗഡു 76 കോടി നൽകിയ തുകയുടെ 75% ഉപയോഗിച്ച് അതിൻ്റെ കണക്കുകൾ കൊടുത്താൽ ബാക്കി കിട്ടും. ഇതുകൂടാതെ 529.50 കോടിയും SASCI പദ്ധതി വഴി 153.47 കോടിയും NDRF വഴി 72 കോടിയും ഈ പണമൊക്കെ ഊരാളുകൾ വഴി ഭംഗിയായി പാർട്ടിയുടെ കയ്യിൽ എത്തുന്നുണ്ട് എന്നതാണ് സത്യം. വയനാട് ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ 350 കോടിയാണ് പാസ്സാക്കി ഊരാളുങ്കലിന് വേറെ കൊടുത്തത്. 450 വീട്, അതായത് 450 × 20 ലക്ഷം, 90 കോടി രൂപ. കൽപ്പറ്റയിൽ മികച്ച സ്കൂളുകളും ആശുപത്രികളും എല്ലാം ഉള്ളപ്പോൾ ഇവന്മാർ എന്തിനാണ് ഇതൊക്കെ ടൗൺഷിപ്പിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ബാക്കി തുക കട്ട് തിന്നാനുള്ള മാർഗമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാൻ കഴിയും. ഇത് ചോദിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയതിൻ്റെ കാരണം ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. നാട് കട്ടുമുടിച്ചിട്ട്
അഭിമാനിക്കുന്നത് പോട്ടെ, ഏതാണ്ട് ഇവൻ്റെയൊക്കെ ഔദാര്യം എന്ന മട്ടിലുള്ള പ്രചാരണമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ അവസാനിക്കുന്നു അഖിൽ മാരാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമാ താരങ്ങളുടെ പെർഫ്യൂം മണക്കുന്ന ശരീരത്തോട് ഒട്ടി നിൽക്കുമ്പോൾ തങ്ങളുടെ ഇമേജ് ഇരട്ടിക്കുമെന്ന് കരുതുന്ന കപട വിപ്ലവകാരികളോട് കടമനിട്ട് ചോദിച്ച വരികളെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളൂ. അരങ്ങത്തു മുൻനിരയിൽ മുറുക്കിത്തുപ്പിയും ചുമ്മാ ചിരിച്ചുകൊണ്ടിടം കണ്ണാൽ കുറത്തിയെ കടാക്ഷിക്കും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടിപ്പറയുന്നു, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.